എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിൽ സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാത്സിലെ +1 സയൻസിനും +1 കൊമേഴ്സിനും സ്റ്റേറ്റും CBSEക്കും ICSEക്കും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള സം പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ് സെറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സെറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്നാൽ ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടെന്ന് കേൾക്കാറുണ്ട്. സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുക. മാത്തമാറ്റിക്സിൽ പ്രത്യേക തരത്തിലുള്ള നമ്പേഴ്സിന്റെ ഒക്കെ ഒരു കളക്ഷനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്സ്, അപ്പൊ നമുക്കറിയാം എന്താണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ A' അല്ലെങ്കിൽ A കോംപ്ലിമെന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ്. നമുക്കറിയാം ഒരു എല്ലാ എലിമെന്റ്സും ഉള്ള സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എയിലും A യൂണിയൻ A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ A എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3 ആണ്. U എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3, 4, 5, 6 ആണ്. അപ്പൊ ഇതിന്റെ A കോംപ്ലിമെന്റ് A' എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എയിലുള്ളതും യുവിലുള്ളതും എയിലില്ലാത്തതും. എന്താണ്? യുവിലുള്ളതും എയിലില്ലാത്തതും. അപ്പൊ 1, 2, 3 യുവിലുണ്ട്, ഇല്ലാത്തത് ഏതാണ്? 4, 5, 6. അപ്പൊ A കോംപ്ലിമെന്റ് അല്ലെങ്കിൽ A' എന്ന് പറയുന്നത് 4, 5, 6 ആണ്. ഈ A യൂണിയൻ A കോംപ്ലിമെന്റ്, അപ്പൊ എയുടെ എന്താണ് 1, 2, 3, അതിന്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, അത് രണ്ടിലും കൂടിയിട്ടുള്ളതിനാണ് യൂണിയൻ എന്ന് പറയുന്നത്, യോജിച്ചത്. അപ്പൊ A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇതിന്റെ A യൂണിയൻ A കോംപ്ലിമെന്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. അങ്ങനെയാണ് ഇത് പറയുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കി പഠിച്ചാൽ ഇത് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ A ഇന്റർസെക്ഷൻ A കോംപ്ലിമെന്റ്, ഇത് നമ്മൾ പറയുന്ന പേരാണ് ഇന്റർസെക്ഷൻ. അപ്പോ എയിലുള്ളതും എയിലില്ലാത്തതിന്റെയുമായുള്ള ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് നൾ സെറ്റ് അല്ലെങ്കിൽ ഫൈ ആണ്. ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത് നമുക്ക് പോവാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടർ സയൻസിൽ സെറ്റ് തിയറിയുടെ വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ വ്യൂവേഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ മറ്റു വീഡിയോയിൽ നമുക്കത് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ പറയാം. പഠിക്കുന്ന കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, അടുത്ത വീഡിയോയിൽ നമുക്കത് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഡി മോർഗൻസ് ലോയുടെ എന്ന് പറയാം, A യൂണിയൻ B ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രോബ്ലം എക്സാമ്പിൾ ചെയ്യാൻ മനസ്സിലാവും. അതുപോലെ A ഇന്റർസെക്ഷൻ B ഓൾ കോംപ്ലിമെന്റ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഓൾ കോംപ്ലിമെന്റും സാധാ കോംപ്ലിമെന്റ് A യൂണിയൻ A കോംപ്ലിമെന്റ് ആണ്. ഇതെന്ന് പറയുന്നത് A യൂണിയൻ B ഓൾ കോംപ്ലിമെന്റ് ആണ്. കാരണം ഈ A യൂണിയൻ ബിയുടെ മൊത്തമുള്ള കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു സെറ്റ് A ഉണ്ട്, സെറ്റ് B ഉണ്ട്. A യൂണിയൻ B എന്ന് പറയുന്നത് അതാണ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് A യൂണിയൻ B യിലുള്ള അംഗങ്ങൾ മാറ്റി വരുന്നതാണ് A യൂണിയൻ B ഓൾ കോംപ്ലിമെന്റ്. അപ്പൊ A യൂണിയൻ B ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. A ഇന്റർസെക്ഷൻ B ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ്. അപ്പൊ ഇതൊന്നും പഠിച്ചു വെച്ചേക്കുക. ഇതാണ് ഡി മോർഗൻസ് ലോ. ഇലക്ട്രോണിക്സിലും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലും ഒക്കെ നമ്മൾ വലിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിക്കും. അതുപോലെ തന്നെ ലോ ഓഫ് ഡബിൾ കോംപ്ലിമെന്റേഷൻ. ഇപ്പൊ A കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് A ആണ്. A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എയിലില്ലാത്തതും, അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ വൺ വേർഡിനൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇത് വെച്ചിട്ടുള്ള പല പ്രോബ്ലംസും എൻട്രൻസ് എക്സാമിനേഷൻസിലൊക്കെ മാത്സ് ഉണ്ട്. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം ലോ ഓഫ് എംപ്റ്റി സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പൊ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഫൈന് നൾ സെറ്റ് എന്ന് പറയാം. നമുക്ക് U എന്ന് പറയുന്നത് ഫൈ ആണെങ്കിൽ U' ഫൈ ചെയ്യും. അപ്പോൾ ഏതോ ഒരു എൻട്രൻസിന് ഇതിൽ നിന്നൊരു ചോദ്യം, ഇതുപോലത്തെ ചോദ്യം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ +1 മാർക്ക് വാങ്ങിക്കൽ മാത്രമല്ല എൻട്രൻസ് എക്സാമിനേഷൻസിന് ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് റെൻസ് തോമസ് സൈനിങ് ഓഫ്.